ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ മാത്സിലെ 14th ചാപ്റ്ററായ ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഡാറ്റ പിക്ചേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ടേബിളിൽ കാണിക്കുന്ന എന്താണ്? വീട്ടിലത്തെ ഹൗസ് ഹോൾഡ് അല്ലേ, അതിൽ വേരിയസ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫുഡിന് 35%, ഹെൽത്തിന് 25%, എഡ്യൂക്കേഷൻ 20%, അതേഴ്സ് 50%, സേവിങ്സ് 5%. അപ്പം നോക്കൂ, നമുക്ക് ബാർഗ്രാഫ് ആയിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയാണ് അല്ലേ, എങ്ങനെയാണ്? ഇവിടെ പേഴ്സൻ്റ്, ഇവിടെ എന്താണ് ഈ ഐറ്റംസ് അല്ലേ, അങ്ങനെ കൊടുക്കും. പിന്നെന്താണ് ഇവിടെ നമ്മൾക്ക് എന്താണ്? ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ് അല്ലേ. ഇങ്ങനെ താഴെയുള്ള ലൈന് x ആക്സിസും ഇത് y ആക്സിസും ആണ് അല്ലേ. ഓക്കെ, ഇവിടെ പെർസെന്റ് കൊടുത്ത 0, 5, 10, 15 അങ്ങനെ 100 വരെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഫുഡിന് എത്ര പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ 35% ആണ് അല്ലേ. അപ്പോൾ പെർസെന്റ് ആണല്ലോ അല്ലേ. അപ്പോൾ 35ന്റെ നേരെയാണ് ഇത് ഫുഡിന്റെ ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ 35%, ഹെൽത്ത് ആണ് 25%, പിന്നെന്താണ് എഡ്യൂക്കേഷൻ എത്രയാണ്? 20% ഒക്കെ ക്വസ്റ്റ്യനിലുള്ളതാണ് അല്ലേ. അതേഴ്സ് എത്രയാണ്? 50%. ഇങ്ങനെ വരയ്ക്കുക അല്ലെ. സേവിങ്സ് 5%. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക? ഒരു ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ബാർ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മറ്റേതിനെ അപേക്ഷിച്ച് ഇത് എത്രയെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. അതിന് വേണ്ടിയിട്ടാണിത് നമുക്ക് ഒരു ഈ സർക്കിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതിന് പറയുന്ന പേരാണിത് പൈ ചാർട്ട്. കണ്ടോ, PIECHART, പൈ ചാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം? ഫുഡിന് 35%, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അത് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താക്കാം? ഇതെന്ന് പറയാത്ത കൂടുതൽ ഫുഡിനാണ്, അതുപോലെ ഹെൽത്തിന് എന്താണ് അതിൽ കുറച്ച് കുറവായിട്ട് അല്ലേ. പിന്നെ അങ്ങനെ ഏറ്റവും കുറവ് സേവിങ്സ് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം? ഇതൊന്ന് നേരിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് ഓരോന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ലേ. അപ്പോൾ ഹെൽത്തിൽ എന്താണ്? ക്വാർട്ടറാണ് അല്ലേ. കാഭാഗല്ലേ 1/4 ആണ് എന്താക്കുന്നത് ഹെൽത്തിന് കൊടുത്തിരിക്കുന്നത്. നോക്കാം, നമുക്ക് ഇതൊന്ന് ഈ ചിത്രം നോക്കിയാൽ പൈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയില്ലേ. ഈ പൈ ചാർട്ട് എന്ന് പറഞ്ഞ പേര് എങ്ങനെയാണ് അറിയുന്നത്? ഈ പൈ എന്ന് പറഞ്ഞ ഒരു ഡിഷായിരുന്നു അല്ലേ. അതെന്താണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്താണ് ബേക്കഡ് ഡിഷാണ് ഇത് പൈ എന്ന് പറയുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അല്ലേ. അപ്പോൾ അതിനെന്താക്കി ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പീസാക്കിയിട്ട്, ചിത്രത്തിൽ കാണുന്ന ഒരു പീസാക്കിയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് എന്ത് ഇതിലേക്ക് നമുക്ക് എന്താ പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ഈ പൈ ചാർട്ട് നമുക്ക് എന്താണ് എവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയാൽ, നമുക്ക് 1/5 ഓഫ് എ സർക്കിൾ ആണ് അല്ലെ. സർക്കിളിന്റെ 1/5 ഭാഗമാണല്ലോ ഈ എന്ത് വരുന്നത്? എന്താ ഡ്രോയിങ് ആംഗിൾ എങ്ങനെ 1/5 സർക്കിളിന്റെ 1/5 ഭാഗം എങ്ങനെയാണ് നമുക്ക് എന്താക്കുന്നത് വരയ്ക്കുന്നത് നോക്കിയാൽ? 1/5 ഭാഗം വരയ്ക്കാൻ നമുക്ക് എന്താക്കണം? നമുക്കറിയാം എന്ത് സർക്കിളിന്റെ സെന്ററിന് ഇവിടെ 360 ആണ് അല്ലേ. അപ്പൊ നമുക്ക് പൈ ചാർട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? 360നോട് 1/5 ഭാഗം അടയാളപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക? 360നോട് 1/5 എന്താക്കുക? നമുക്ക് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പം 360 × 1/5 എന്ന് പറയുമ്പോൾ 1 × 360 360/5 അല്ലേ. 360/5 എന്ന് പറഞ്ഞാൽ 72. ഓക്കെ, അപ്പം എന്താക്കുക? അവിടെ ഒരു വര വെച്ചിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താക്കുക? നമുക്ക് അളക്കുക അല്ലേ. എന്നിട്ട് 72ന്റെ അവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക അല്ലേ. അതാണ് എന്ത് 1/5. അപ്പോൾ നമുക്ക് പൈ ചാർട്ടിൽ എങ്ങനെയാണ് 1/5 ഭാഗം വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. നമുക്ക് പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താണ് ഈ ആദ്യം 360 ഇൻറ്റു എത്ര ഭാഗമാണോ അത് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അതിന് നമുക്കൊരു എന്താണ് ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിളാണ് എന്ത് വരുന്നത്? നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് 1/5. നമുക്ക് പൈ ചാർട്ടിൽ 1/5 ഭാഗം കിട്ടാൻ നമ്മൾ 360നോട് ആ പാർട്ട് ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്ന ആംഗിളാണ് എന്ത് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 1/5 ഭാഗം. ഓക്കെ, then നോക്കൂ, അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റത്തെ ഈ ചോദ്യത്തിൽ എന്താണ് എക്സ്പെൻസ് എത്രയായിരുന്നു? ഫുഡിന്റെ എക്സ്പെൻസ് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? ഫുഡിന്റെ 35% അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഇത് ബാർഗ്രാഫ് നമ്മൾ വരച്ച്. അപ്പൊ പൈ ചാർട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് പൈ ചാർട്ട് വരയ്ക്കണം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താ ആദ്യം ഇവിടെ ഇത് കണ്ടുപിടിക്കണം. എന്ത്? ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യുക? 360 × 35/100. ഓക്കെ, എന്നിട്ട് 360 × 35/100 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 0യും 0യും ക്യാൻസൽ ആക്കുക അല്ലേ. അപ്പൊ എന്താക്കും? 36 × 35/10 കിട്ടും അല്ലേ. ഇനി എന്താക്കുക? അതിനെ ചെറുതാക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 126 കിട്ടും. അല്ലെങ്കിൽ 35/100 എന്താക്കുക? നമുക്ക് സ്മോളർ ചെറുതാക്കുമ്പോൾ 7/20 എന്നാക്കുക. എന്നിട്ട് 360 × 7/20 ചെയ്താലും നമുക്ക് ആൻസറിൽ എത്താം. അങ്ങനെ ഓരോന്ന് നമുക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താക്കുക? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ ആംഗിൾ വെച്ചിട്ട് എന്താക്കുക? നമ്മളിങ്ങനെ സർക്കിൾ വരച്ചിട്ട് നമുക്ക് എന്താക്കുക? ഈ പൈ ചാർട്ട് വരയ്ക്കുക. ഓക്കെ, ഓരോന്നില്ലോ മറ്റേ എത്ര ഇരുന്ന് മറ്റേ ആദ്യം ഫുഡിന്റെ ആപ്പ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
അപ്പോൾ ഹെൽത്തിൻ്റെ നമ്മൾ എങ്ങനെ കാണുക 360 × 25/100 ഇങ്ങോട്ട് ചെറുതാക്കിയിട്ട് ആ ആംഗിൾ കണ്ടുപിടിക്കുക. എഡ്യൂക്കേഷന് അതേപോലത്തെ 360 × 20/100 അതിന് ചെറുതാക്കിയിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക. പിന്നെ അതേഴ്സിൻ്റെ 15/100 അല്ല, അപ്പോൾ 360 × 15/100 അതിനെ ചെറുതാക്കിയിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക. സേവിങ്സിൻ്റെ 5% അല്ലേ, അപ്പോൾ 360 × 5/100 എന്നിട്ട് അതിനെ ചെറുതാക്കിയിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഇങ്ങനെ സർക്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെ ആംഗിൾ അടയാളപ്പെടുത്തിയാൽ നമുക്ക് എന്താക്കുക ഒരു പൈ ചാർട്ട് തയ്യാറാക്കാം. ഓക്കെ, നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ പറയുന്നത് എന്താണ്, വേറെ എന്താ, മോസ്റ്റ് പോപ്പുലസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ആർ ഫസ്റ്റ് ഇന്ത്യ. എന്താണ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഏതാണ്, ഇന്ത്യ ആണ് അല്ലേ. പിന്നെയാണ് ചൈന വരുന്നത്, പിന്നെ തേർഡ് USA വരുന്നത് അല്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഈ പൈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പോപ്പുലേഷൻ. ഇത് അങ്ങനെ ആവുമ്പോൾ പോപ്പുലേഷൻ്റെ വേൾഡ് പോപ്പുലേഷൻ്റെ പൈ ചാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്താണ്, ഈ വേൾഡ് പോപ്പുലേഷനിൽ ഇന്ത്യ എത്ര പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ശരിക്കും എന്താണ്, ആംഗിൾസും ഇതൊന്നും തന്നില്ല അല്ലേ. അപ്പോൾ ആംഗിൾസ് ഒന്നും തന്നില്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, കറക്റ്റ് പറയാൻ പറ്റൂല. നമുക്ക് എന്താ ഏകദേശം പറയാൻ പറ്റുള്ളൂ അല്ലേ, അപ്രോക്സിമേറ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്, പോപ്പുലേഷൻ ഇന്ത്യയിലുള്ള വേൾഡ് പോപ്പുലേഷൻ എത്ര ഭാഗമാണ് ചോദിച്ചു ഇന്ത്യ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, നമുക്ക് ഇന്ത്യ അല്ലത്. അപ്പോൾ ഇന്ത്യനെ നമുക്ക് എന്താക്കാം, എത്ര പാർട്സ് ആക്കാൻ അറിയോ നോക്കൂ. നമ്മത് കറക്റ്റ് അളവ് തരാത്തതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ വേൾഡ് പോപ്പുലേഷൻ്റെ ഫ്രാക്ഷൻ എത്ര വെച്ചിരിക്കുന്നത് അല്ലേ, ഈ വേൾഡ് പോപ്പുലേഷനിൽ. അപ്പോൾ ഇന്ത്യത്തെ പോപ്പുലേഷൻ വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര ഫ്രാക്ഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യ ഇതാണ് അല്ലേ, ബ്ലൂ അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്, മൊത്തം എത്ര ഉണ്ട്, മൊത്തമായിട്ട് ഇതേ അളവന്നല്ലേ, ഇത് ഈ അളവ് ഈ അളവ് ഈ അളവ് ഈ അളവൊക്കെ വരച്ചിരിക്കുന്നത് ആണ് അല്ലേ. അപ്പോൾ മൊത്തം ഫ്രാക്ഷൻ എത്ര പാർട്ടാണ് ഇതാക്കിയത്, 6 പാർട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, എത്ര പാർട്ടാന്നുള്ളത് അടിയിൽ എഴുതണ്ടേ അല്ലേ, 6 പാർട്ടാണ് അല്ലേ. ഓക്കെ, 6 പാർട്ടാണ് അല്ലേ. ഇപ്പോൾ ഇന്ത്യ ഒന്നല്ലേ, അപ്പോൾ 1 അല്ലേ. അപ്പോൾ നമുക്ക് 1/6 എഴുതാം കേട്ടോ. എന്താണ് 1/6 ആണ് എന്ത്, ഈ വേൾഡ് പോപ്പുലേഷൻ്റെ ഇതിൽ ഇന്ത്യ എത്രയാണെന്ന് ചോദിച്ചാൽ 1/6. ഓക്കെ, ഒന്നാമത്തെ എത്രയാണ്, 1/6 ആണ് ആൻസർ ചെയ്തേണ്ടത്. ഓക്കെ, 1/6. ഇനി ചൈനേൻ്റെ അതേപോലെ തന്നെ ചോദിച്ചു, വാട്ട് അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് ചൈന. ചൈനയും സെയിം എന്നല്ലേ, അപ്പോൾ 1/6 ആണ് അല്ലേ, അതും 1/6 എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതുക അപ്രോക്സിമേറ്റ് വാട്ട് ഫ്രാക്ഷൻ എന്നുള്ളത് ഇവിടെ എന്താണ് 1/6 എഴുതുക. അതുപോലെ താഴെ നിങ്ങൾ എന്താണ് ഈ ചൈനേൻ്റെ എന്താക്കുക 1/6 എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, അപ്പോൾ ഇവിടെ 1/6 ആണ്, ഇതും 1/6 അല്ലേ. ദെൻ നെക്സ്റ്റ് അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് ദ USA. അപ്പം എന്താണ് USA-നെ അപേക്ഷിച്ച് എന്താണ്, അതായത് USA-ൻ്റെ എന്താണ് പോപ്പുലേഷൻ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ അപ്രോക്സിമേറ്റ്ലി ആയിട്ട് പറയാൻ പറ്റില്ല, കറക്റ്റ് അളവ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് USA-ൻ്റെ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ്റെ എത്ര പാർട്സാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ USA എന്ന് പറയുന്നത് എത്രയാണ്, ഇതാ ഈ ഒരളവല്ലേ വരുന്നത്, ഇതാ ഇവിടെ നിന്നുള്ള ഈ അളവ്. ഓക്കെ, ഈ അളവാണ് USA അല്ലേ. അപ്പോൾ ഇതേ ഇതായിട്ട് തന്നെ എന്താണ് ഇന്ത്യനെ അതേ അളവിൽ എന്താക്കുക നമ്മൾ കട്ട് ചെയ്യണം അല്ലേ. ഇത് എത്ര പാർട്സ് ആക്കാൻ പറ്റും നോക്കൂ, എത്ര പാർട്സ് ആക്കാം. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതേ അളവിൽ തന്നെ ഈ ഇന്ത്യൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് 1 2 3 4 അല്ലേ. അപ്പോൾ 4 ആണ് അല്ലേ. അപ്പോൾ ഈ ഒറ്റ അളവിലുള്ളൂ, അപ്പോൾ 1/4 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ എന്താണ് 1/4 ആണ് എന്ത് നമ്മളെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കൂ ഇവിടെ എങ്ങനെ എഴുതാം, what fraction of population of India is that of the US അല്ലേ, അപ്പോൾ 1/4. ഓക്കെ, then next approximately what fraction of the world population is combined population of India, China and the USA. ഇന്ത്യയും ചൈനയും USA-യും കൂടി കമ്പൈൻ ചെയ്ത പോപ്പുലേഷൻ മൊത്തം വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര പാർട്സാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ ഇവിടെയാണ് എന്ത് ഇന്ത്യ അല്ലേ. നോക്കൂ ഇന്ത്യയും ചൈനയും USA-യും അല്ലേ. അപ്പോൾ ഇത് 3 കൂടിയാണ് ഇത് ഇതാക്കുന്നത്, ഇതും ഇതും. ഓക്കെ, ഇത് മൊത്തം വേൾഡ് പോപ്പുലേഷൻ എത്ര ഭാഗമാണ് വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഇതേപോലെ തന്നെ ഇതേ പാർട്ടാക്കിയിട്ട് ഇതിനെ ഈ രണ്ടിനെയും ഇതിനെ മാറ്റിക്കൂട്ട് താഴെയുള്ളതിനെ. ഓക്കെ,
ഇതേ അളവിനല്ലേ ഇതൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ 1, 2, 3 അല്ലേ. അപ്പോൾ 1/3 നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ഇത് വേൾഡ് പോപ്പുലേഷൻ്റെ എന്താണ് ഇന്ത്യയും ചൈനയും USA ഒറ്റക്കെട്ടായിട്ട് അല്ലേ. മറ്റേ എന്താക്കുക 3 ഈ വേൾഡ് പോപ്പുലേഷനെ 3 മാറ്റി അതിലെ ഒരു പാർട്ടാണ് എന്ത് ഇന്ത്യയും ചൈനയും USA കൂടിയുള്ള പോപ്പുലേഷൻ. അപ്പോൾ 1/3 എഴുതാട്ടോ. ഓക്കെ, ടോട്ടൽ എത്രയാ 1, 2, 3 അല്ലേ. 3 ആ ടോട്ടലാണ് അടിയിൽ എഴുതേണ്ടത് അല്ലേ. പിന്നെ മുകളിൽ എന്താ എഴുതേണ്ടത് ഇത് മൊത്തം ഉള്ളത് 1 അല്ലേ. അപ്പോൾ 1/3 എന്ന് എഴുതാട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇത് 1/3 എന്ന് എഴുതാട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് 1/3. 1/3 ഇതാണ് എൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. എന്താണ് The pie chart below shows how the total cultivable land in a panchayat is utilized for different kinds of crops. അപ്പോൾ പഞ്ചായത്തിൽ എന്താണ് ഒരു പഞ്ചായത്തത്തെ കൾട്ടിവേബിൾ ലാൻഡ് ടോട്ടൽ കൾട്ടിവേബിൾ ലാൻഡാണ് എന്ത് ഈ തന്നിരിക്കുന്ന പൈ ചാർട്ടിലുള്ള അല്ലേ. അപ്പോൾ നോക്കൂ ഇവിടെ ഗ്രീൻ ഇവിടെ എന്താണ് വെജിറ്റബിൾ ആയിട്ടാണ് ഗ്രീനിനെ കാണിക്കുന്നത് അല്ലേ. ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. റബ്ബറിനെയോ ഈ യെല്ലോ, പിന്നെ ഈ കളറിന് ഏതാണ് പ്ലാന്റെയിൻ അല്ലേ. ഈ കളറോ കോക്കനട്ട്, പിന്നെ ഏതാ ടപ്പിയോക്ക, റൈസ്, ഇതൊക്കെ അതേഴ്സാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദ ലാൻഡ് യൂസ്ഡ് അപ്രോക്സിമേറ്റ്ലി 1 fraction ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്. അങ്ങനെയാണെങ്കിൽ ഏത് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാനാണ് കൂടുതൽ ലാൻഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ക്രോപ്പാണ് നോക്കൂ. ഏതാണ് ഇത് അതേഴ്സാണ് ഇവിടെ. അതേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് കൂടുതൽ അതേഴ്സിനാണ് ഉള്ളത് അല്ലേ. പക്ഷെ നമുക്ക് എന്താ ഏത് ക്രോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അതേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ ഉള്ളതാണ് കുറേ എണ്ണം അല്ലേ. അപ്പോൾ ഏത് ക്രോപ്പാണ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഗ്രീൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം വെജിറ്റബിൾസ് എഴുതാം അല്ലേ. അപ്പോൾ വെജിറ്റബിൾ ആണ് എന്ത് കൂടുതലായിട്ട് നമുക്ക് എന്താക്കാം അവിടെ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക നിങ്ങൾ വെജിറ്റബിൾസ് എഴുതുക കേട്ടോ. ദെൻ അപ്രോക്സിമേറ്റ്ലി 1 fraction ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം മൊത്തം ഇതിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ഈ വെജിറ്റബിൾസിൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണുക. നമുക്ക് ഇതിനാദ്യം എന്താക്കുക ഇങ്ങനെ പാർട്സ് ആക്കുക. നോക്കൂ ഇതിന് നമ്മൾ എന്താക്കി ഇങ്ങനെ 4 പാർട്സ് ആക്കി അല്ലേ. അപ്പോൾ എന്താണ് ഇത് 1 ഇത് 2 അടുത്തത് അടുത്തത് അങ്ങനെ അല്ലേ. ഓരോന്നും എന്താണ് ഓരോ പാർട്സ് ആക്കി മാറ്റി അല്ലേ. ഈ മൊത്തം ഈ ഡയഗ്രത്തിന് അതായത് മൊത്തം സർക്കിളിന് നമ്മൾ 4 പാർട്സ് ആക്കി മാറ്റി. അപ്പോൾ ഈ ഗ്രീൻ നോക്ക് ഇതിൽ ഫുള്ളുണ്ട് അല്ലേ. പക്ഷെ ഇതിലും കൂടുതലും കൂടി ഉണ്ടല്ലോ, കുറച്ചും കൂടി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക മൊത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൽ നമുക്ക് എന്താക്കുക ഇതേ അളവിൽ തന്നെ ഈ ഭാഗവും കട്ട് ചെയ്യണം. ഇവിടെയൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. ഈ ഗ്രീനിൽ കട്ട് ചെയ്യുക. നോക്കൂ എങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഇതേ അളവിൽ തന്നെ ഞാൻ എന്താക്കി ഈ പച്ചനെ മൊത്തം കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എത്ര എണ്ണം നോക്കിയേ പച്ചനെ ഞാൻ ഈ 4 പാർട്സിനെ എത്രയായിട്ട് കട്ട് ചെയ്തു 9 അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9 ആയിട്ട് എന്താക്കി ഈ 4 ഭാഗത്തിലെ 1/4 ഭാഗത്തിനെ ഞാൻ എന്താക്കി 9 ഭാഗമായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ നമുക്ക് 9 ഭാഗമായി കട്ട് ചെയ്തൂടെ. ഇതിനെയും 9 ഭാഗമായി കട്ട് ചെയ്യാം. ഇതിനെ എന്താക്കി ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കി പോകും. ഓക്കെ, അപ്പോൾ ഇത് 9 പാർട്സ് ആക്കി. ഇതിനെ എന്താക്കി 9 പാർട്സ് ആക്കി. ഓക്കെ, 9 പാർട്സ് ആക്കി. ഇതിനെ എന്താക്കി ഞാൻ 9 പാർട്സ് ആക്കി. പിന്നെ ഇവിടെ എന്താക്കി ഞാൻ 9 പാർട്സ് ആക്കി മാറ്റി അല്ലേ. ഓക്കെ, 9 പാർട്സ് ആക്കി. അപ്പോൾ നോക്കിത് 9 അല്ലേ. അപ്പോൾ ഒക്കെ എന്താണ് ഇത് 9 ഈ 4 ഭാഗമാണല്ലോ ഇത് 9. അപ്പോൾ ഇത് 4 ഭാഗമാണല്ലോ. അപ്പോൾ ഇത് 9 അല്ലേ. ഇത് 9, ഇത് 9, ഇത് 9, ഇത് 9 എണ്ണല്ലേ വരുന്നത്. ഇത് 9 എണ്ണ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇതിനൊക്കെ നമ്മൾ എന്താക്കി 9 പാർട്സ് ആക്കി അല്ലേ. ഓക്കെ, ഈ എന്താണ് നമുക്ക് വെജിറ്റബിൾ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിനെ 9 ആക്കിയോട് ഇതേപോലെ തന്നെ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് 9 ആക്കാം. ഇതിനെയും 9 ആക്കാം, ഇതിനെയും 9 ആക്കാം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്. ടോട്ടൽ 36 വരുന്നത് അല്ലേ. എന്താണ് ടോട്ടൽ എത്ര പാർട്സ് ആക്കിയിട്ട് നമ്മൾ 36 36 ആക്കി അല്ലേ. അതായത് 9 9 9 9 9 അല്ലേ. അപ്പോൾ 4 × 9 36 ആണ് 36. ഓക്കെ,
അപ്പോൾ എന്താണ് 9 + 9 എത്രയാണ് 18, 18 + 9 27 + 9 36 അല്ലേ. അപ്പോൾ മൊത്തം 36 ആക്കി മാറ്റി അല്ലേ. ഇനി ഈ 36ൽ ഈ വെജിറ്റബിൾ ഉള്ളത് എത്ര, ഇത് എന്താണ് ഒരു ഭാഗമാണ് അല്ലേ. ഓക്കെ, അപ്പം മൊത്തം എത്ര ഉണ്ട് ഈ വെജിറ്റബിൾ ഉള്ളത്? മൊത്തം എണ്ണ നോക്കി, ഈ പച്ചവെള്ളം എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്താക്കുക 10/36 എഴുതാം അല്ലെ. മൊത്തം 36 അല്ലേ, 36ൽ 10 ഭാഗമാണുള്ള ഈ വെജിറ്റബിൾ ഉള്ളത് അല്ലെ. അപ്പൊ 10/36 നമുക്ക് എഴുതാം. ഓക്കെ ഓക്കെ, അപ്പൊ 10/36 ഈ ടോട്ടലാണ് അടിയിൽ വരുന്നത് കേട്ടോ. മൊത്തം നമ്മൾ ഈ ചെറിയ ചെറിയ ഭാഗം ഇതിനെന്തിനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൊത്തം എത്രയാണ് 36 ആണ് അല്ലെ. അപ്പൊ 10/36 എഴുതി. ഇനി നമുക്ക് ഇതിനെന്താക്കാം, ചെറുതാക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 10നെ ചെറുതാക്കി കൂടെ 5 ചെറുതാക്കാം. = എന്താണ് 5. 36നെ ചെറുതാക്കിയാലോ, 36നെ ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും അല്ലെ. അപ്പൊ 5/18 നമുക്ക് എഴുതാം കേട്ടോ. 5/18. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 5/18 ആണ് എന്ത് നമ്മളെ ഈ വെജിറ്റബിൾ മൊത്തം വെജിറ്റബിളിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ഈ വെജിറ്റബിൾ എന്ന് വെച്ചാൽ എത്രയാണ്? 5/18. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്? എന്താണ് ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ്? അപ്പോൾ ഏത് ക്രോപ്പാണ് കുറച്ച് ലാൻഡ് ഉപയോഗിച്ച് നട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 1 fraction ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എന്താണ് ഈ ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷനാണ് അതെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിൽ ഏതാണ് നോക്കൂ, ഇതിൽ ഏതാണ്? ഇത് അല്ലേ. ഇത് ഏതാണ് നോക്കൂ, ചിത്രത്തിൽ നോക്കൂ, ഏതാണ്? റൈസ് ആണ് അല്ലേ. അപ്പോൾ റൈസ് ആണ് എന്ത് ലീസ്റ്റ് എമൗണ്ട് ആയി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റൈസ് എന്ന് എഴുതുക കേട്ടോ. RICE ഈ റൈസ് എന്ന് എഴുതുക. ഇനി എത്ര ഫ്രാക്ഷനാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, ഇത് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കിയേ. ഇത് നേരത്തെ ചിത്രം ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. ചിത്രം ഓർത്ത് വെച്ചിരുന്നോ? ഓക്കെ, ഇങ്ങനെ ആയിരുന്നു അല്ലേ. ഇതിലെ പാർട്സ് ഒക്കെ ആക്കിയിരുന്നില്ലേ. അപ്പൊ ഇത് എത്രയായിരുന്നു? ഇത് 9 പാർട്സ് ആയിരുന്നു. ഇത് 9 ആയിരുന്നു. ഇത് 9 ആണ്. ഇത് 9 ആണ്. ഇത് 9 ആണ് അല്ലേ. ഇത് 9 ആയിരുന്നു. ഓക്കെ, അപ്പൊ നോക്ക്, ഇതിലെ ഈ ഭാഗം, ഈ ഗ്രീൻ ഇല്ലേ, ഈ ഭാഗം, ഈ ചെറിയ ഗ്രീന് അല്ലേ, ഈ ഗ്രീനിന്റെയും പകുതിയാണല്ലോ ഇത് അല്ലേ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ, അളവ് കറക്റ്റ് തരാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇവിടെ? മൊത്തം 36 ആയിരുന്നു അല്ലേ. എന്താണ് മൊത്തം എന്താ ഇതെന്ന് പറയുന്നത് എത്ര? 1/36 അല്ലായിരുന്നോ. അപ്പോൾ ഇതിൻ്റെയും പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാ 1/36 × 1/2 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ 1/36 × 1/2 എന്ന് എഴുതുക. അപ്പോൾ 1/36 × 1/2 എന്ത് എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര? 1/36 ആണ് നേരത്തെ നമ്മൾ കണ്ടു അല്ലേ. ചെറിയ ചെറിയ പാർട്സുകളൊക്കെ എന്താണ് ഓരോന്നും 1/36 മൊത്തം 36 ഒരു ഭാഗമാണ് ഇത് നമ്മൾ കണ്ടു. അതിൻ്റെയും പകുതിയാണല്ലോ ഈ റൈസിൻ്റെത്. അപ്പോൾ നമ്മൾ എന്താക്കുക 1/36 × ½ എന്ന് എഴുതിയില്ല, അതിൻ്റെയും പകുതി ആയതുകൊണ്ട്. അപ്പോൾ 1/36 × 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മുകളിലത്തെ 2 ഇൻറ്റു ചെയ്യുക. 1 × 1 എന്ന് പറഞ്ഞാൽ എത്ര? 1. 1/36 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 അല്ലേ. ഓക്കെ, അപ്പോൾ 72 നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ 1/72 എന്താക്കാം നമുക്ക് എഴുതാം അല്ലേ ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? റൈസ് മൊത്തം ക്രോപ്സിൻ്റെ എത്രയാണ്? 1/72 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എന്താക്കുക 1/72 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് സംഭവം മനസ്സിലായല്ലോ അല്ലേ. മൊത്തം നമ്മൾ എന്താണ് 36 ആക്കി മാറ്റിയിരുന്നു. ഇതിനെ 9 ആക്കി മാറ്റി, ഇതിനെ 9 ആക്കി മാറ്റി, ഇതിനെ 9 ആക്കി മാറ്റി, ഇതിനെ 9 ആക്കി മാറ്റി അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ചെറുതിൻ്റെ എത്ര അളവാണ് ഇത്? ഇതിൻ്റെയും പകുതിയാണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിനെ നമ്മൾ എന്താക്കുക 2 ആക്കി മാറ്റുക. അപ്പോൾ ഈ ഓരോ പാർട്സിനെയും 2 ആക്കി മാറ്റുമ്പോൾ ഇവിടെ എത്രയായി? 18 ആയി. ഇവിടെയും 18 ആയി. ഇവിടെയും 18 ആവും. ഇവിടെയും 18 ആവും അല്ലേ. അപ്പോൾ എല്ലാം കൂടി എന്തായി? 22 ആവും. അപ്പോൾ 22ൽ ഒരു ഭാഗമാണിത് അല്ലേ. അപ്പോൾ 1/72 ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക 1/36 × 1/2 ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അപ്രോക്സിമേറ്റ്ലി 1 fraction ഓഫ് ദ ടോട്ടൽ ഈസ് യൂസ്ഡ് ഫോർ റബ്ബർ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ആയിട്ട് എന്താണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഏകദേശം എത്ര ഫ്രാക്ഷനാണ് ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ഈ റബ്ബർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, റബ്ബർ നോക്ക്, ഈ യെല്ലോ റബ്ബർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ് അല്ലേ. അവിടെ തന്നിട്ടുണ്ട് റബ്ബർ യെല്ലോ. അപ്പോൾ ഈ യെല്ലോ ഭാഗമാണ് എന്ത് ടോട്ടലിൻ്റെ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതുക? നമുക്ക് നോക്കൂ, ഈ ചിത്രത്തിന് നമുക്ക് എന്താക്കുക ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്. ഓക്കെ, നമുക്ക് സെൻറ്ററിൽ നിന്നാണ് എന്താക്കുന്നത്, നമുക്ക് ഇതിന് മുന്നോട്ട് പോകുന്നത്. സോറി, കറക്റ്റ് ലെവലിൽ പോകണം അല്ലേ. 90 ഡിഗ്രിയിൽ എടുക്കണം അല്ലേ. ഇതും അങ്ങനെ കറക്റ്റ്.
നമുക്കിതൊക്കെ അപ്രോക്സിമേറ്റ് ആയി പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ റബ്ബറിന്റെ ഇതാണ് അല്ലേ. അപ്പോൾ റബ്ബറിൻ്റെയിലേക്ക് എന്താണ് നമുക്ക് ഇതെന്താ 1/4 ഭാഗമാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇത് ഈ 1/4 എന്താണ് ഈ പച്ച കുറച്ചും കൂടി കൊണ്ട് വന്നല്ല. അപ്പോൾ ഇതെന്താക്കണം മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം എന്താ നമ്മൾ ചെറുതാക്കി ഇതിനെ നമുക്ക് എന്താണ് ഇതിനെ 9 പാർട്സ് ആക്കിയില്ലായിരുന്നോ അല്ലേ. ഇതിനെ 9 എല്ലാത്തിനെയും നമ്മൾ 9 പാർട്സ് ആക്കിയിരുന്നു അല്ലേ. ഇതിനെ 9 ആക്കി ഈ പാർട്സിനെ 9 ആക്കി ഈ പാർട്സിനെ 9 പാർട്ടാക്കി ഇതിന് 9 പാർട്ടാക്കിനിയല്ലോ അല്ലേ. ഇതിനൊക്കെ 9 പാർട്ടാക്കി മാറ്റിയിരുന്നു അല്ലേ. ആ 9 പാർട്ടിലെ എന്താണ് ഈ റബ്ബറിന്റെ 9 പാർട്ടായിരുന്നല്ലോ. അപ്പൊ ഇതിലെന്താണ് 1 ഇവിടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ 1 എന്താക്കണം ഇതിന്ന് കുറയ്ക്കണം അല്ലേ. അപ്പൊ 9 ഈ 1 കുറച്ചാൽ ഇവിടെ എന്ത് കിട്ടും 8 എന്ന് കിട്ടും അല്ലേ. അപ്പൊ റബ്ബറിന്റെ എന്താണ് 8 എന്ന് കിട്ടും. റബ്ബറിന്റെ 8 ആണ് അല്ലേ. 8 പീസാക്കിയിട്ടാണ് ഇതിൽ കിട്ടുക. അപ്പൊ ടോട്ടലിന്റെ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് ടോട്ടൽ നമുക്ക് എത്ര അറിയാം 36 ആണെന്ന് നമുക്കറിയാം അല്ലേ. 36 പാർട്സ് ആക്കിയില്ലായിരുന്നോ 36 പാർട്സ് ആക്കിയിരുന്നു അല്ലേ. അപ്പൊ 36 എത്ര ഭാഗമാണ് ഈ ഇതെന്ന് പറയുന്നത് ഈ റബ്ബർ എന്ന് പറയുന്നത് 8 ഭാഗമാക്കിയിട്ടുണ്ടല്ലോ. എത്രയാ 8 ഭാഗമാക്കി അല്ലേ. അപ്പോൾ 36 8 അല്ലേ. അപ്പോൾ എത്രയാണ് 8/36 നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ 8/36 ഭാഗമാണ് എന്ത് ഈ റബ്ബർ. എന്താ സംഭവം മനസ്സിലായോ. ഈ റബ്ബർ യെല്ലോ കളറുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ റബ്ബർ നമുക്കറിയാം ഇത് എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമല്ലേ. ഈ 1/4 ഭാഗത്തിന് നമ്മൾ 9 പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ 9 ആക്കി ഇതിനെ 9 ആക്കി ഇതിനെ 9 ആക്കി ഇതിനെ 9 ആക്കി അല്ലേ. നേരത്തെ ഇതേ അളവിൽ തന്നെ അതിലൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ എന്താണ് ഇത് ഒരു ഭാഗം എന്താണ് ഈ വെജിറ്റബിളിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്ന് എന്താക്കണം ഇത് ഈ റബ്ബറിൻ്റെ ഭാഗത്തേക്ക് ഈ പച്ച വരാൻ പാടില്ല. അപ്പോൾ ഇതിന്ന് ഒരു ഭാഗമാണ് ഇത് അല്ലേ. അപ്പോൾ ഈ മൊത്തം ടോട്ടൽ 9 1 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ ഇതെന്ത് വരും 8 എന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കുക 8 പിന്നെ ടോട്ടൽ എത്രയാണ് 36 അല്ലേ. അപ്പോൾ 8/36 ഇതിലെങ്കിൽ നമുക്ക് ചെറുതാക്കാം അല്ലേ. 8നെ ചെറുതാക്കി കൂടെ. അപ്പോൾ 8നെ വെട്ടി ചെറുതാക്കി എത്ര കിട്ടും 8നെ ചെറുതാക്കുക. അതുപോലെ 36നെയും ചെറുതാക്കുക അല്ലേ. 8നെ ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും 4 എന്ന് കിട്ടും അല്ലേ. അതുപോലെ 36നെ ചെറുതാക്കിയാലോ 18 എന്നും കിട്ടും. അപ്പോൾ 4 ഇവിടെ 4 കിട്ടും. ഇവിടെയോ 36ന്റെ പകുതി എത്രയാണ് 18 അല്ലേ. ഇനി നമുക്ക് ചെറുതാക്കി കൂടെ ചെറുതാക്കാം അല്ലേ. ഈ 4നെ പകുതിയാക്കുക. അതുപോലെ എന്താണ് 18നെയും ചെറുതാക്കുക അല്ലേ. അപ്പോൾ 4നെ ചെറുതാക്കിയാൽ എന്ത് കിട്ടും 4നെ ചെറുതാക്കിയാൽ പകുതിയാക്കാൻ പറ്റും. 18നെയും പകുതിയാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 4ന്റെ പകുതി എന്ന് പറയാൻ എത്രയാണ് 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 2 എന്ന് എഴുതാം. ഈ 18ന്റെ പകുതി എത്രയാണ് 9 എന്ന് എഴുതാം അല്ലേ. ഓക്കെ ഇത്രയും വെട്ടി ചെറുതാക്കുക അല്ലേ. നമ്മൾ പഠിച്ചതാണ് വെട്ടി ചെറുതാക്കുന്ന നോക്കട്ടോ. ഓക്കെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതുക ഇതിന് 2/9. നമ്മുടെ ആൻസർ എത്രയാണ് 2/9. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് 2/9 ആണ് എന്ത് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ 2/9 ആണ് നമ്മുടെ ആൻസർ. ദെൻ പിന്നെന്താ വരുന്നത്